കുറെ ഓളിയാണ്. ഇനി പെമ്മക്കളുള്ള രക്ഷകർത്താക്കൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന സ്വർണത്തിന് ഇങ്ങനെ പൊന്തിയാല് എങ്ങനെയാ ഐറ്റികളൊന്ന് കെട്ടിക്കുക. നിങ്ങൾ അതിനൊന്നും പേടിക്കണ്ട. സ്വർണത്തിന് വില കൂടിയാന്നും പക്ഷേ മക്കൾ നിങ്ങളോട് ഉണ്ടെങ്കിലേ ലൈറ്റുകൾ ഒളിച്ചോടിക്കോളും. നമ്മളെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളെ മക്കളൊന്നും നിങ്ങളോട് ജീവിക്കാൻ ഇരിക്കാൻ ആഗ്രഹിക്കാത്തതാണോ പിന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യമേ എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഉപദേശം, ആസ്വദിച്ച് ജീവിക്കുക. കാക്കന്നൂർ അമ്പലത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ വളക്കലം കാണുമ്പോൾ എന്തൊക്കെയോ ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാക്കുക. ഭർത്താവിനെ കാണുമ്പോൾ പടച്ചോനെ എനക്ക് കിട്ടിയ ചങ്ങായി മൊഞ്ചനാണല്ലോ, ഈ ചങ്ങായി എന്നെ എന്റെ നാഥനെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കല്? ഭർത്താവിനെ കാണുമ്പോൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ പൊള്ളുന്നു. എടാ മക്കളെ അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടറാ? അപ്പൊ കണ്ട, അതിനെ ഇവിടുത്തെ പ്രശ്നം ഒരു സന്തോഷമില്ല. ഇങ്ങക്ക് അറിഞ്ഞൂടാ കേട്ടോ, കാക്കന്നൂരുള്ള ആ ഭർത്താവിനും ഭാര്യയും എനക്കറിഞ്ഞു. എനക്ക് എന്റെ ഭാര്യനെ അറിയാം. ഓള് ഓരോ കൊല്ലം കഴിയുന്നോറും പ്രശ്നം ഇങ്ങനെ കൂടി വരും. ഞങ്ങൾ തമ്മിൽ ആദ്യമെല്ലാം നല്ലേനു, ഇപ്പൊ ഇങ്ങനെ ഇത്രയായി. ഇപ്പൊ അടിയും തുടങ്ങി. നിങ്ങള് ഭർത്താവോട് അടികൂടലുണ്ടാ? അപ്പൊ അടികൂടുമ്പം പറയുന്നൊരു വർത്താനം പറഞ്ഞാട്ടെ, ഇവര് പറയണോ? കുട്ടികൾ കള്ളം പറയില്ല. എന്റെ ഭാര്യ ഇപ്പൊ അടികൂടുമ്പം പറയുന്ന വർത്താനം എന്താ അറിയോ? മക്കളിൽ നോക്ക് പ്രശ്നമൊന്നുമില്ല. ഓള് പറയാ, എനക്കത്ര നല്ല വന്നിക്കേനു, ഉണ്ട കണ്ണേ, ആന ചെവിയെ, ഇങ്ങനത്തെ ചങ്ങായി, എഞ്ചിനീയർ, ഗൾഫ്. ഇത് മക്കളെ മുമ്പ് എന്നാ പറയുന്നത്. എന്റെ മോള് കഴിഞ്ഞ ദിവസം അവളോട് ചോദിച്ചു, അമ്മക്കൈ ഉണ്ടക്കണ്ണനെ കഴിച്ചാ പോരാ, ഈ പൊട്ടപ്പന കഴിക്കണേന്ന്. ഈ മകളുടെ മുമ്പിൽ ഞാനിങ്ങനെ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുക. ഓക്കെ, ഓളെ വിചാരിക്കുന്ന ഓളച്ഛൻ. ഇത് എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടാ. ഈറ്റളെ ഈ മൊബൈൽ ഫോൺ കൊടുത്തതോടുകൂടി ഉമ്മക്കൊരു വിലയില്ലാണ്ടായി. എന്റെ ചെക്കൻ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ അച്ഛൻ, ഞാനല്ലാണ്ട് പിന്നെ എന്റെ അച്ഛൻ ആരാണ്? ഞാനല്ല എന്റെ അച്ഛൻ. ഞാൻ ചാന്താടെ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ മോൻ പറയാ, അച്ഛൻ ഗൂഗിൾ എടുക്ക്. അപ്പൊ ഞാൻ മോൻ പറഞ്ഞ കേട്ടാണ് ഞാൻ ഗൂഗിളിങ് എടുത്ത് അടിക്കയില് ഫാദർന്ന് അന്തം വിട്ട ഞാൻ മോൻ പറയുന്നത് കേട്ട് കഴിച്ച്. നിങ്ങൾ അടിച്ചു നോക്കിക്ക, ഒന്ന് അടിച്ചു ഫാദർ എന്ന് അടിച്ചു ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അതിൽ വരുന്ന ഫാദർ ഞങ്ങളൊന്ന് കാണണം. മമ്മൂട്ടിനെ പോലത്തെ, ദുൽഖർ സൽമാൻ, നമ്മളെ പോലത്തെ ഒരു പൊട്ടൻ അതിലില്ലേ ഇല്ല. ഇത് കണ്ടു വളരുന്ന കുട്ടിക്ക് എന്നെ കാണുമ്പോൾ ഒരു ചിന്തയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛൻ എന്ന രീതിയിൽ എന്നെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുക. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, കള്ളിനെതിരെയല്ല നമ്മൾ പോരാട്ടം നടത്തേണ്ടത്, മൊബൈൽ ഫോണിനെതിരെയല്ല പോരാട്ടം നടത്തേണ്ടത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മക്കളായി പോറ്റുമ്പോഴാണ് നമ്മൾ പോരാട്ടം വിജയിക്കുന്നത്. നിങ്ങളെ മക്കളൊക്കെ നല്ല മക്കളാണോ? പറഞ്ഞാലൊക്കെ കേൾക്കുമോ? ഇറ്റകള് ഞാൻ കേസോറിനൊന്ന് മാത്രം കേട്ടാ പറഞ്ഞാൽ കേൾക്കുവോ? ഞാൻ കുന്നുമക്കര ക്ലാസ് എടുത്തപ്പോ ഇങ്ങനെ ചോദിച്ചു, മക്കൾ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോ ആ മുന്നിലുള്ള അമ്മ പറഞ്ഞ മറുപടി എന്താ പറയുക? കേൾക്കുമെന്നോ? പാമ്പിന്റെ ചെവിയായി, എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പൊ അമ്മയ്ക്ക് മക്കളെ കുറിച്ച് മോശം പറയുന്നത് ഇഷ്ടമല്ല. അപ്പൊ കേൾക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഡൈവേർട്ട് ആക്കുക. ശരിക്കും നിങ്ങൾക്കറിയാം ഞാൻ ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചത്? അനുസരിക്കുമെന്നാ ചോദിച്ചത്. അപ്പൊ ലഹരിക്കെതിരെ മൊബൈൽ ഫോണിന്റെ പോരാട്ടം നടത്തുമ്പോൾ ആദ്യം നിങ്ങളെ മക്കളാണോ അനുസരിക്കുന്നുണ്ടോ നോക്കണം. നിങ്ങളെ മക്കള് രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുക പറയുമ്പോൾ ടപാന്ന് പറഞ്ഞ് എണീക്കുന്നുണ്ടാ? ഇല്ല. 10 മണിക്ക് ഉറങ്ങുമെന്ന് പറയുമ്പോൾ പടപടാന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടാ? ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന വമ്പായരും മുതിരയും മുത്താറിയും ചീരയും ബമ്പളം എന്ന് പറഞ്ഞ് തിന്നുന്നുണ്ടാ? ഇല്ല. മുടി മുറിച്ചാൽ കിട്ടുന്നുണ്ടാ വിചാരിച്ച പോലെ? ട്രൗസർ ഉടുക്കേണ്ടടുത്ത് തന്നെയാണ് ഉടുക്കുന്നത്. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പറയണം എന്റെ മോനാണത്, എന്റെ രക്തത്തിൽ പറഞ്ഞ നിങ്ങൾ പറയുന്ന ഒരു വസ്തു കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് കുട്ടീനെ പോറ്റുക? എന്തുകൊണ്ടാണ് അങ്ങനെ അനുസരിക്കാത്തത്? നിങ്ങൾ അമ്പലത്തിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളെ മക്കൾ എന്താ വരാത്തത്? നിങ്ങളെ കൂടെ സിനിമ കാണാൻ എന്താ മക്കൾ വരാത്തത്? അതിന് കാരണം എന്താ? അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഈ ഒരു അറ്റാച്ച്മെന്റ് മക്കളും രക്ഷാകർത്താക്കളും തമ്മിൽ ഇല്ലാതെ ആകുമ്പോഴാണ് അവിടെ കള്ളും കഞ്ചാവും മൊബൈൽ ഫോണൊക്കെ തിരികെ കയറി വരുന്നത് എന്നതാണ് എന്റെ വാദം. വളരെ സിമ്പിളായിട്ട് ഞാൻ എന്റെ ഭീഷണിപ്പെടുത്തലിലൂടെ മക്കളെ പോറ്റാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളെ മക്കളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുസരിക്കാത്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണ് കുട്ടികൾ അമ്പലത്തിൽ വരാത്തത്? എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈറ്റേക്ക് വെപ്രാളം വരുന്നത്? അവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് നിങ്ങളെ മക്കളുടെ മനസ്സറിയുന്ന ഒരു അമ്മേന്റെ മോനും അച്ഛന്റെ മോനും അങ്ങനെ ആവില്ല. സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അല്ല മോളെ, എനിക്ക് എത്ര വയസ്സായി? 10. എടാ ചങ്ങായി, എനിക്ക് എത്ര വയസ്സായി? ഇന്നെ തന്നെയാണ് ഞാൻ നോക്കി കിടക്കുന്നത്. ഈ 14ഉം 10ഉം എടാ എനിക്ക് എത്രയായി? 12. വെരി ഗുഡ്. നിങ്ങള് കുറച്ച് കുട്ടികളൊക്കെ നിങ്ങൾ മലയാളിയാന്ന് തിരിഞ്ഞാട്ടാ.
മുന്നിലത്തെ കാസയിൽ ദോയിച്ചിട്ടിന് മലയാളി എപ്പം ബേക്കുന്നാണ് പരിപാടി, മനസ്സിലായില്ല? ഇങ്ങനെ മുന്നിലേക്ക് വരാൻ മടിയുള്ള ഏക മനുഷ്യന്മാർ മലയാളിയാണ്. എന്തായാലും കുറച്ചാളെല്ലാം കണ്ടതിൽ സന്തോഷം. ഈ കുട്ടികളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് കള്ളിനെ കുറിച്ചും അത് കള്ളലാണെന്ന് കേട്ടെ. ആദ്യം ഇവരെ കുറിച്ചിട്ട് ഈ മക്കളെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഈ മക്കളെ നിങ്ങൾക്ക് തിരിഞ്ഞാണ്. ഈ മക്കളുടെ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ മക്കളുടെ പേരുകൾ വിഷ്ണു അങ്ങനെ കുറെ പേരിട്ടിട്ടുണ്ടെങ്കിലും ഈ മക്കളുടെ പേരെന്താണെന്ന് അറിയുന്നത്? 2K കിഡ്സ് ആണ്. 2000-ന് ശേഷം ജനിച്ച മനുഷ്യജന്മങ്ങളുടെ പേര് 2K കിഡ്സ് ആണ്. 2K കിഡ്സ് കുറെ കാറ്റഗറി ഉണ്ട്. നമ്മൾ അരി പറയുന്ന പോലെ ബോധന, പാലക്കാടൻ മട്ട അങ്ങനെ പറയുമല്ലോ. അതേപോലെ 2K കിഡ്സ് ആൽഫ, ബീറ്റ, ജെൻ എ, ജെൻ ബി, ജെൻ സി അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട്. ഇതൊക്കെ ജെൻസിയാണ്. ഇവരൊക്കെ ജെൻസിയാണ്. ഈ ജെൻസിയുടെ മനസ്സറിയാത്ത ഒരു അമ്മയ്ക്കും മക്കളെ പോറ്റാൻ കഴിയില്ല. ഈ ജെൻസിയുടെ മനസ്സറിയാത്ത ഒരു അധ്യാപകനും ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. ഈ ജെൻസിയുടെ മനസ്സറിയാത്ത ഒരു പോലീസുകാരനും ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം പറഞ്ഞു നമ്മളെല്ലാം കാലത്ത് പണ്ട് ഒന്നും പണ്ട് കാര്യമില്ല. പണ്ടത്തെല്ലാം അവിടെ വിട്ടേക്ക്. നിങ്ങൾ പുതിയ ജെൻസിയിലേക്ക് നിങ്ങളെ മനസ്സ് മാറ്റിക്കൊണ്ടുവരണം. ഞാൻ 1-2 കാര്യം പറയാം. ജെൻസിയെ ഇന്റെ സ്വഭാവം ഞാനിപ്പം പറയാം. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എണീറ്റ് നിന്നിട്ട് കൂക്കിയിട്ടോളി, അല്ല കല്ലെടുത്ത് തന്നെ എറിഞ്ഞോളി. ഓക്കെ? രക്ഷാകർത്താക്കളെ, ഈ കുട്ടികളുടെ സ്വഭാവം ഞാനിപ്പം പറയും. അത് നിങ്ങളെ വീട്ടിലെ കുട്ടീന്റെ സ്വഭാവം തന്നെയാണെങ്കിൽ നിങ്ങൾ എന്നെ മുഖത്തോക്കി ഒന്ന് ചിരിച്ചാൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താ അറിയുള്ളൂ? ഈ കുട്ടികൾ ജെൻസി കുട്ടികൾക്ക്, അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് 14 മിനിറ്റിലപ്പുറം ഒരു കസേലെമ്മിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പളെ കയറ്റേക്ക് ചോദിച്ചല്ലോ എന്തല്ലോ ഒരു ഇങ്ങനെ ഇങ്ങ് പോരും. ശരിയാണോ തെറ്റാണോ? അതാ കുട്ടിയുടെ കുഴപ്പമില്ല എന്ന്. കുട്ടിയുടെ തലച്ചോറിൽ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇനി നമ്മളൊക്കെ അപ്പൊ നിങ്ങളൊരു ഞാളെയല്ല, നിങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ 70-80 കിഡ്സ് ആണ്. 70-80 കിഡ്സും ഈ 2K കിഡ്സും തമ്മിലുള്ള ജെൻസി കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, ജെൻസി കുട്ടികൾ വന്ദേ ഭാരത് ട്രെയിനാണ്, നമ്മള് ഗുഡ്സ് ട്രെയിനാണ്. നമ്മള് ഗുഡ്സ് ട്രെയിനിന് റെയിൽവേ സ്റ്റേഷനും വേണ്ട, ട്യൂബും വേണ്ട, ഒന്നും ഏടാ നിർത്തുന്ന ആടെ അങ്ങോട്ടേക്ക്. ശരിയാണോ? ചത്ത പോലെ ഇങ്ങനെ. ശരിയാണോ തെറ്റാണോ? എന്നാ വന്ദേ ഭാരതിനോ ലൈറ്റഡ് ആയിട്ടും കാര്യമില്ല, നല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. അത് നിൽക്കേണ്ടടുത്തേ നിൽക്കൂ. അതും അധികമൊന്നും നിൽക്കൂല, എടുത്തങ്ങ് പറക്കും. നിങ്ങളെ മക്കളായിട്ട് ഒന്ന് നോക്കി നോക്ക്. നിങ്ങളും ഐറ്റുകൾ അങ്ങനെ തന്നെ, നമ്മളിങ്ങനെ തന്നെ. ഐറ്റുകൾ അങ്ങനെയല്ല. ശരിയാണോ തെറ്റാണോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ സ്കൂളിലെ ക്ലാസ് പീരീഡ് 45 മിനിറ്റ് ആയിരുന്നു. നമുക്ക് ഏത് പൊട്ട ക്ലാസ് 45 മിനിറ്റ് താങ്ങി പിടിക്കായിരുന്നു. പക്ഷെ ഈ കുട്ടികൾക്ക് 14 മിനിറ്റിലപ്പുറം അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ കുട്ടിയെ പിടിച്ചാൽ കിട്ടില്ല.